നമസ്കാരം. ഹനുമാൻ രചിച്ച രാമായണം എന്തിനുപേക്ഷിച്ചു? നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. രാമരാവണ യുദ്ധത്തിനു ശേഷം ശ്രീരാമന്റെ വിജയം ഹനുമാനിൽ സന്തോഷം നിറച്ചു. പ്രിയപ്പെട്ട സ്വാമിയെ സേവിച്ചതിൻ്റെ നിർവൃതിക്കായി ഹനുമാൻ ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിയപ്പോൾ വലിയൊരു ശിലാപാളിയിൽ തൻ്റെ നഖങ്ങൾ ഉപയോഗിച്ച് ശ്രീരാമന്റെ രഹസ്യം കോറി വയ്ക്കുവാൻ തുടങ്ങി. രാമകഥയുടെ ഓരോ അനുഭവവും നേരിട്ടനുഭവിച്ച സാക്ഷിയായതുകൊണ്ട് പിന്നീട് ഹനുമന്ത് രാമായണം എന്നറിയപ്പെടുന്ന രാമകഥ അദ്ദേഹം പൂർത്തിയാക്കി. മഹാകവി വാത്മീകി മഹർഷിയും തൻ്റെ വിശ്വപ്രസിദ്ധമായ രാമകഥ രചിച്ച് പൂർത്തിയാക്കിയിരുന്നു. തൻ്റെ കാവ്യം ഹനുമാനെ കാണിക്കുന്നതിനായി വാത്മീകി മഹർഷി ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. വാത്മീകി എത്തിയപ്പോൾ ഹനുമാൻ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. മഹർഷി, ഞാനും ഒരു രാമായണം എഴുതിയിട്ടുണ്ട്, ദയവായി അത് വായിച്ചു നോക്കുക എന്ന് വിനയപൂർവ്വം പറഞ്ഞു. ഹനുമാൻ തൻ്റെ നഖങ്ങളാൽ ശിലാപാളികളിൽ എഴുതിയ രാമായണം വാത്മീകി മഹർഷിക്ക് കാണിച്ചു കൊടുത്തു. അത് വായിച്ചപ്പോൾ വാത്മീകി അത്ഭുതപ്പെട്ടുപോയി. ഹനുമാൻ രാമകഥയുടെ ഓരോ മുഹൂർത്തവും നേരിട്ടറിഞ്ഞ സാക്ഷിയായതിനാൽ അദ്ദേഹത്തിൻ്റെ രചനയിൽ സത്യസന്ധതയും ആത്മാർത്ഥമായ നിരീക്ഷണവും നിറഞ്ഞു നിന്നു. ഹനുമന്ത് രാമായണത്തിൻ്റെ മാസ്മരിക ശക്തിക്ക് മുന്നിൽ വാത്മീകി മഹർഷി തൻ്റെ രാമായണം സ്വയം ചെറുതായതായി തോന്നി. വാത്മീകി മഹർഷിയുടെ ദുഃഖം കണ്ട ഹനുമാനെ ഹൃദയം വേദനിച്ചു. തൻ്റെ രാമായണം 2ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടുമോ എന്ന ഖേദം പ്രകടിപ്പിച്ചു നിൽക്കുന്ന വാത്മീകി മഹർഷിയോട് ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു: ഈ ലോകം വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അങ്ങയുടെ രാമായണമാണ്. അങ്ങയുടെ രാമായണം ഈ ലോകത്തിനൊരു പ്രചോദനമാവുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് താൻ രചിച്ച രാമായണം അടങ്ങുന്ന ശിലാപാളി കടലിൻ്റെ നടുവിൽ ഹനുമാൻ നിക്ഷേപിച്ചു. ഹനുമാന്റെ ദയയും നിസ്വാർത്ഥതയും വാത്മീകിയെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. ഹനുമാന്റെ മഹത്വം പാടുവാൻ താൻ ഇനിയും ജനിക്കുമെന്ന് വാത്മീകി മഹർഷി ഉറക്കെ പറഞ്ഞു. ഈ ഐതിഹ്യം അനുസരിച്ച് വാത്മീകി പിന്നീട് തുളസീദാസ് എന്ന രൂപത്തിൽ ജനിച്ച് ഹനുമാന്റെ മഹത്വം വിളിച്ചു വാഴ്ത്തുന്ന ഹനുമാൻ ചാലിസയും ശ്രീരാമന്റെ മഹത്വം വിളിച്ചോതുന്ന ശ്രീരാമചരിത മാനസയും രചിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നന്ദി.